Okay, good morning. Say good morning. Can you hear me? Show me your thumb. Good. ഇനി എല്ലാവരും ചാറ്റ് ബോക്സിൽ കയറി പ്രസന്റ് എന്ന് ടൈപ്പ് ചെയ്തേ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹാജർ കിട്ടുള്ളൂ കേട്ടോ. പ്രസന്റ് എന്ന് ടൈപ്പ് ഇട്ടേ ചാറ്റ് ബോക്സിൽ കയറിയിട്ട്. Okay. Are you ready for exam? Lakshmi Priya? Are you ready for exam? Good. Afternoon സെക്ഷനിലാണ് കേട്ടോ, 2:30. ഓക്കെ, അപ്പം നമുക്ക് റിവിഷൻ നടത്താം. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുത്ത് ആ ഡേറ്റ് വേസ് ടീച്ചർ അയച്ചു തന്നിട്ടില്ലേ, പ്രോപ്പറായിട്ട് അത് എടുത്ത് വെക്കുക. ടീച്ചർ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം തരും. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു റിവിഷൻ നടത്താൻ പോവുകയാണ്. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ എക്സാമിലേക്ക് കടക്കുന്നത്. റെഡി? ഓക്കെ, ഗുഡ്. എല്ലാവരും കയറി ഒരു പ്രസന്റ് ടൈപ്പ് ചെയ്തോ? ഓക്കെ, ആവണി സന്തോഷ്. ഓക്കെ, അവനി പ്രസന്റ് അടിച്ചോ മോളെ? അവനെ ടൈപ്പ് പ്രസന്റ് ചാറ്റ് ബോക്സില് പ്രസന്റ് അടിക്കേ. ഓക്കെ, ഗുഡ്. എല്ലാവരും ചെയ്തോ? ഓക്കെ, 11 പേരായുള്ളൂ. ഇനിയുണ്ട് നമ്മുടെ 6 കുട്ടികൾ, 5 കുട്ടികളും കൂടെ. ഓക്കെ, എഡ്വിൻ, റിവൈസ്, then okay, let us start. Okay, good. Take page number 2. പേജ് നമ്പർ 2 എടുത്ത് എല്ലാവരും നോട്ട് ബുക്ക് എടുക്ക. ഓപ്പൺ യുവർ നോട്ട് ബുക്ക് ആൻഡ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, പേജ് നമ്പർ 2. റെഡി? ഓക്കെ, എഡ്വിൻ, ഗുഡ്. ആവണി, ഗ്രേസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നോയിങ് അവർ നമ്പേഴ്സിൽ കമ്പയറിങ് നമ്പേഴ്സ് ആണ് അല്ലേ? വാട്ട്? കമ്പയറിങ് നമ്പേഴ്സ്. എന്താ കമ്പയറിങ് നമ്പേഴ്സ് എന്നാൽ? തന്നിരിക്കുന്ന കുറേ നമ്പേഴ്സ്, ഡിജിറ്റ്സ് നമുക്ക് അല്ലെങ്കിൽ ന്യൂമറൽസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ന്യൂമറൽസിനെ നമുക്ക് കമ്പയർ ചെയ്യണം. ആരാണ് വലുത്, ആരാണ് ചെറുത് എന്ന്. കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ദെൻ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലെ ഡിജിറ്റ്സുകൾ. അതുൽ, ലിസൺ ഹിയർ. അതുൽ കെ വി, ലിസൺ ഹിയർ. ഓക്കെ, അതിലെ നമ്പേഴ്സിനെ അതിനെ നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് നോക്കണം. അതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഗ്രേറ്റസ്റ്റ്, ഏറ്റവും കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളത് ഏറ്റവും വലുതായിരിക്കും. ഏറ്റവും കുറച്ചെണ്ണം പിന്നെ നമ്പേഴ്സ് ഉള്ളത് ചെറിയ സംഖ്യയായിരിക്കും, സ്മോളസ്റ്റ് ആയിരിക്കും. ഇനി ഒരേ ഡിജിറ്റ്സ് ആണ്, എക്സാമ്പിൾ എല്ലാത്തിനകത്തും 4 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് 4 ഡിജിറ്റ് ആയതുകൊണ്ട് അതിലെ 1000ന്റെ പ്ലേസിലെ നമ്പറിനെ നോക്കും, അതാണോ വലുത്. ഇനി എല്ലാ സംഖ്യയിലെയും 1000ന്റെ പ്ലേസിലെ സംഖ്യയാണ് വലുതെങ്കിൽ നമ്മൾ 100ലെ പ്ലേസ് ചെക്ക് ചെയ്ത് നോക്കും. 100ലെ സെയിം ആണെങ്കിൽ 10ലെ നോക്കും, അല്ല അതും സെയിം ആണെങ്കിൽ 1ലെ നോക്കും. ഓക്കെ, ആരാണ് വലുതെന്നനുസരിച്ചായിരിക്കും കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് നടക്കുന്നത്. ടേക്ക് നെക്സ്റ്റ് പേജ്. Take page number 3. Page number 3 that is conditions ഉപയോഗിച്ച് നമ്മൾ നമ്പേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട്. യെസ് ജോയ്സി ജോസഫ്.
Okay, unmute yourself, Joyce. മിസ് പറയുന്നത് തിരിയുന്നില്ലായിരുന്നു, അത് ഒച്ച കുറഞ്ഞ ഇപ്പൊ കേൾക്കുന്നത്. മൈക്രോ അതിന്റെ ഇതൊന്ന് പിടിക്കാവോ? ഓക്കെ ഗുഡ്. ഇപ്പോഴോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, പറയണേ എന്തെങ്കിലും ഇതുണ്ട് പറയണേ ടീച്ചറോട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമ്പേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോ റിപ്പീറ്റേഷൻ. ഡിജിറ്റ്സുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. തന്നിരിക്കുന്ന നമ്പേഴ്സ് ഉപയോഗിച്ച് സ്മോളസ്റ്റും ഗ്രേറ്റസ്റ്റും നമ്പേഴ്സ് ഉണ്ടാക്കണം. സെക്കൻഡ് കണ്ടീഷൻ, ഒരു സംഖ്യ മാത്രം റിപ്പീറ്റ് ചെയ്യാം. അത് ഉപയോഗിച്ച് ജോയ്സി ലിസൺ ഹിയർ. ജോയ്സി ഓക്കെ ലിസൺ. ഓക്കെ, സായി കൃഷ്ണ മോനെ ശരിക്കിരുന്ന ടീച്ചർക്ക് കാണത്തില്ല. സായി കൃഷ്ണയുടെ തലം സായി കൃഷ്ണൻ. ഓക്കെ, അപ്പോൾ അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ഒരു ഡിജിറ്റ് കൃത്യമായ സ്ഥലത്ത് പ്ലേസ് വാല്യൂ കീപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. Ascending order means arranging numbers from smallest to greatest. ചെറിയത് സംഖ്യ ആദ്യം ചെയ്യുക, അതിനുശേഷം വലുതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിസെൻഡിങ് ഓർഡർ. അതായത് ആദ്യം വലിയ സംഖ്യേനെ ഇടും, അതിനുശേഷം ചെറിയ സംഖ്യയിലേക്ക് നമ്മൾ വരും. അതാണ് ഡിസെൻഡിങ് ഓർഡർ. അതും ഇതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റ്സ് കൗണ്ട് ചെയ്തും പ്ലേസ് വാല്യൂ നോക്കിയുമാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലാർജ് നമ്പേഴ്സ് ആണ്. ലാർജ് നമ്പേഴ്സിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് റീഡിങ് ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. ലാർജ് നമ്പേഴ്സ് നമ്മൾ തുടക്കത്തിൽ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ ടേബിൾസ് വേണ്ടി വരില്ല. ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറൈസേഷൻ 2 തരത്തിൽ നമുക്ക് ചാർട്ട് ഉണ്ട്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സിസ്റ്റമാണ്. അതിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ഒരു ലാർജ് നമ്പർ, ഒരു വലിയ സംഖ്യ നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരു പ്ലേസ് വാല്യൂ ചാർട്ടിലേക്ക് എഡ്വിൻ അൺമ്യൂട്ട് യുവർസെൽഫ്. മിസ്സേ, ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുട്ടി വന്നായിരുന്നു. അപ്പം ഇന്നലെ തിരിച്ചു പോവാന്നിരുന്ന, പക്ഷെ പോവാൻ പറ്റില്ല. അപ്പൊ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. മോനെ അങ്ങനെ പറഞ്ഞാലേ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള സമയം തരാം. ഇപ്പൊ നമ്മുടെ ക്ലാസ് ടൈം ആണ്. ഓക്കെ, അങ്ങനത്തെ എക്സ്ക്യൂസ് ഒക്കെ പറയാനുള്ള ടീച്ചർ സമയം തരാം. ഓക്കെ, റെഡി? നമുക്ക് റീഡിങ് ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. റീഡിങ് ഓഫ് ലാർജ് നമ്പേഴ്സിന് നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ആദ്യം വായിക്കാൻ പരിശ്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്ലേസ് വാല്യൂ ചാർട്ട് വരയ്ക്കണം. പ്ലേസ് വാല്യൂ ചാർട്ടൊക്കെ പഠിച്ചിട്ടല്ലേ ഓൾറെഡി? അതിലേക്ക് നമ്പേഴ്സുകൾ ഇൻസേർട്ട് ചെയ്ത ശേഷം നമ്മൾ അതിനെ വായിക്കാൻ പഠിക്കണം. അതാണ് പ്ലേസ് വാല്യൂ. അതായത് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ 3, 2, 2 ആണ്. അതായത് 100ഉം 10ഉം 1സും ഒരു പോർഷനിലും ഒരു സെക്ഷനും, അതിനുശേഷം കോമ ഇടുന്നു. പിന്നെ 1000ഉം 10,000ൻ്റെതായ ഒരു ബോക്സ്, അതിനുശേഷം ലാക്ക് 10 ലാക്കിൻ്റെ, ദെൻ ക്രോർ. അങ്ങനെയാണ്. ഇന്റർനാഷണൽ കുറച്ചും വ്യത്യാസമുണ്ട്. ആദ്യത്തെ 3 100, 10, 1s ഒരു ഗ്രൂപ്പ്, പിന്നെ 1000ഉം 10,000ഉം 100,000ഉം ഒരു ഗ്രൂപ്പ്, പിന്നെ മില്യൺ ആണ് 1 മില്യൺ, 10 മില്യൺ, 100 മില്യൺ. അനുസരിക്കുക. അതിലേക്ക് നമ്പേഴ്സ് എഴുതിയ ശേഷം നമ്മൾ കോമയിട്ട് വേർതിരിച്ച് ചെയ്യുന്നു. വിഷമം ഉണ്ടോ ഇതിനകത്ത്? ഇല്ലല്ലോ. അങ്ങനെ നിങ്ങളോട് ലാർജ് നമ്പേഴ്സ് റീഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ റഫായിട്ടായാലും ആ നമ്പറിന് ഇത് വരച്ച ശേഷം ചെയ്യണം. റെഡി? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോം എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡഡ് ഫോമിന് ടീച്ചർ പറഞ്ഞില്ലേ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? 1ൻ്റെ പ്ലേസിലാണെങ്കിൽ നോ 0, 10ൻ്റെ പ്ലേസിൽ 1 0 അല്ലേ? 1 0 അല്ലേ 10? അപ്പോൾ അതുപോലെ ഒരു 0 കൊടുത്ത ആ സംഖ്യനെ എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ പിന്നീട് 100ൻ്റെ വരുമ്പോൾ 2 0 ചേർക്കണം. നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്ക് ടീച്ചർ കണ്ടുപിടിച്ചത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിജിറ്റ് 0 ആണ് ഡിജിറ്റ് എങ്കിൽ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നു. അവോയ്ഡ് ചെയ്തോ, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കഴിഞ്ഞ് വരുന്ന സംഖ്യയ്ക്ക് 0s ഇടുമ്പോൾ അതിന് ശേഷം വന്ന നമ്പേഴ്സിനെ കൗണ്ട് ചെയ്തിട്ടേ ഇടാവുള്ളൂ. അല്ലെ 0യുടെ എണ്ണം കുറഞ്ഞു പോയാൽ അത് വെറും ഒരു 0 അല്ല, അതിന് പ്ലേസ് വാല്യൂ ഉള്ളതാണ്, വാല്യൂ ഉള്ള 0 ആണ്. അതുകൊണ്ട് കൃത്യം നമുക്ക്
തന്നിരിക്കുന്ന ഡിജിറ്റിന് ശേഷം ബാക്കി എത്ര ഡിജിറ്റ് വരുന്നോ അത്ര എണ്ണം സീറോസിനെ അതിന് ആഡ് ചെയ്തിരിക്കണം. അതുപോലെ നമ്പർ നെയിം എഴുതുമ്പോഴും ന്യൂമറൽ തന്നതിൽ സീറോസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും പ്ലേസ് വാല്യൂ മനസ്സിൽ ഓർത്തിട്ട് തന്നെ ചെയ്യണം. ഇപ്പം മോള് ലക്ഷ്മിപ്രിയയുടെ എനിക്ക് ഓർമ്മ വരുന്നു. വേറെ ലക്ഷ്മിപ്രിയ? ലക്ഷ്മിപ്രിയയുടെ എനിക്ക് ഓർമ്മ വരുന്നു. എന്താ വെച്ചാൽ മോള് ഒരു 9 crore നമ്മുടെ എക്സസൈസിൽ ചെയ്തപ്പോൾ അതിൻ്റെ അത് ക്രോറാണ് വന്നത്. പക്ഷെ മോൾ ആൻസർ എഴുതിയപ്പോൾ അത് വെറും 1000ന്റെ പ്ലേസിലെങ്ങാണ്ടാണ് വന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയണമോ? നമ്പർ നെയിം എഴുതുമ്പോൾ നമ്മൾ സീറോസ് പറയുന്നില്ല, പ്ലേസ് വാല്യൂ പറയുന്നില്ല. 9 crore എന്ന് പറയുമ്പോൾ അത് എത്രാമത്തെ സംഖ്യയായിട്ടാണ് പ്ലേസ് വാല്യൂയിൽ വരുന്നത് നമ്മൾ നോക്കണം. ഓക്കെ, സീറോസ് അവോയ്ഡ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പം അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുമ്പോൾ പ്ലേസ് വാല്യൂ മാറിപ്പോവും. ചിലപ്പോൾ 9 crore വെറും 9000 ആയിപ്പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്ലേസ് വാല്യൂ ആദ്യം നിങ്ങൾ എന്തായാലും നമ്പർ നെയിം തന്നിട്ട് അതിനെ ന്യൂമറൽ ആക്കാൻ പറഞ്ഞാലും ന്യൂമറിലെ നമ്പർ നെയിം ആക്കാൻ പറഞ്ഞാലും പ്ലേസ് വാല്യൂ ചാർട്ട് റഫായിട്ടെങ്കിലും വരച്ചിട്ട് ചെയ്തിരിക്കണം. മനസ്സിലായോ എഡ്വിൻ? ആവണേ? മനസ്സിലായോ? ഓക്കെ, ഗുഡ്. ദെൻ ഇനി നെക്സ്റ്റ് പോർഷൻ വരുന്നത് യൂണിറ്റ് ഓഫ് ആണ്. യൂണിറ്റ് ഓഫ് അത് നമ്മൾ മീറ്റർ, വെയിറ്റും ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനുപയോഗിച്ച് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അടുത്തത്. ഓക്കെ, ലാർജ് നമ്പേഴ്സ് ഇൻ പ്രാക്ടീസ് ആണ് നെക്സ്റ്റ്. ഓക്കെ, അതിൽ ടീച്ചർ യൂണിറ്റ് ഓഫ് ലെങ്ത്, യൂണിറ്റ് ഓഫ് വെയിറ്റ്, യൂണിറ്റ് ഓഫ് കപ്പാസിറ്റി ഒക്കെ തന്നിരുന്നില്ലേ? അത് നിങ്ങൾ എന്തായാലും ബൈഹാർട്ട് പഠിക്കണം. എന്നാലേ ജോയ്സി ജോസഫ് ലിസൺ ഹിയർ. ഗ്രേസ് വരുന്നേ ഉള്ളൂ. ഗ്രേസിന്റെ വീഡിയോ ഓൺ ആയില്ല. ഗ്രേസ് കെ. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് 100% ക്ലിയർ പോകണം. റൂബൈസേ, ചായ കുടിച്ചില്ലേടാ? ഓക്കെ, രാവിലെ ഒരു ഉറക്കക്ഷീണമൊക്കെ കാണുന്നു. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ പറയാം യൂണിറ്റ് ഓഫ് ലെങ്തും യൂണിറ്റ് ഓഫ് വെയിറ്റും യൂണിറ്റ് ഓഫ് കപ്പാസിറ്റിയും നമ്മൾ ബൈഹാർട്ട് പഠിച്ചിരിക്കണം. എന്നാലേ ആ ട്രൈ ദിസ് എന്ന ബോക്സിലെ കണക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ടീച്ചർ ചിലരോട് സംശയം ചോദിച്ചായിരുന്നു ടീച്ചറോട്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യാനിരിക്കുമ്പം എപ്പോഴും ലിങ്കിൽ കയറി ക്ലാസ് കേൾക്കണം. ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടാൽ മനസ്സിലാവില്ല മക്കളെ. ഇത് കണക്കല്ലേ, പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റത്തില്ല. ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതി. ഞാൻ അവരെ സമ്മതിക്കും, നിങ്ങളെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യില്ല. പക്ഷെ ചിലരുടെ കുട്ടികൾക്ക് 1 അല്ല 2 അല്ല ചിലപ്പോൾ 3 പ്രാവശ്യം. ജോയ്സി, എന്താ അവിടെ നടക്കുന്നേ? ഓക്കെ, ഒരു 2-3 പ്രാവശ്യം കേൾക്കാം. നിങ്ങൾ വലിയ ക്ലാസ്സിലെ കുട്ടികളായില്ലേ? ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടി ഇറങ്ങിപ്പോയി കളിക്കാൻ ഓടിയാൽ ശരിയാവില്ല. 2-3 പ്രാവശ്യം ലിങ്ക് കേൾക്കണം. അപ്പൊ നിങ്ങൾക്ക് പേരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ കേട്ടു ചില പേരൻസ് ആണ് ഫുൾ അവരെ ഇരുന്ന് ചെയ്ത് ടീച്ചർ ചെയ്യുന്ന പണി പിന്നെയും പേരൻസിന് ചെയ്യേണ്ട വരുന്നു. ഇനിയിപ്പം നിങ്ങൾ 6ാം ക്ലാസ് ആയി പേരൻസിനെ ബുദ്ധിമുട്ടിക്കണ്ട. എന്തെങ്കിലും സംശയമുണ്ട്, ഒരു 2-3 പ്രാവശ്യം ലിങ്കിൽ കയറിയിട്ട് മനസ്സിലാവുന്നില്ല ടീച്ചറെ വിളിക്കാം. കേട്ടല്ലോ? ഇനി സ്വയം പര്യാപ്തതയിലൂടെ ജീവിക്കാൻ പഠിക്കണം. 6ാം ക്ലാസ് വരെ എത്തിയില്ലേ? കുഞ്ഞു കുട്ടികളൊന്നും അല്ല. എങ്ങനെയാണ് സ്വന്തം കാര്യം ചെയ്യേണ്ടതെന്ന് പഠിക്കണം. അതിനാണ് പറയുന്നത് ലിങ്കിൽ കയറി ഓരോ കണക്കും ശ്രദ്ധിച്ച് 3 പ്രാവശ്യം 4 പ്രാവശ്യമൊന്നും നിങ്ങളെ സംബന്ധിച്ചോളം യൂട്യൂബ് ലിങ്കിൽ കയറി ക്ലാസ് കൂടുന്നത് ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പൊ അത് കയറി ഓരോ കണക്കിന് എന്നിട്ടും മനസ്സിലാവുന്നില്ല ടീച്ചറെ വിളിക്കണം. വോയിസ് എല്ലാം ഇടാ, കുട്ടികളെ വിളിക്കുക. ഇനി നോക്കുക. അപ്പോൾ ഈ 2 ബൈഹാർട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ട്രൈ ദിസ് എന്ന ബോക്സിലെ, അതായത് ഹൗ മെനി മില്ലിഗ്രാം മേക്ക് 1 കിലോഗ്രാം, ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഗ്രാം, എത്രയാണ് കിലോഗ്രാം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അതറിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോർഷൻ സ്റ്റെപ്പ് പ്രോബ്ലം. ആകെ 1-2 കുട്ടികൾ മാത്രമാണ് ടീച്ചർക്ക് സ്റ്റെപ്പ് പ്രോബ്ലം ചെയ്തയച്ചത്. നിങ്ങൾ ആ ലിങ്ക് എടുത്ത് നോക്കിക്കേ. അതിനകത്ത് ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്ത ടീച്ചർക്ക് അയക്കാതിരുന്നത്? അത് ചെയ്യാനുള്ളതാണ്. നമുക്ക് നോർമൽ ക്ലാസ്സിലെ പോലെ നിങ്ങളെ ക്ലാസ്സിൽ ഇരുത്തി എല്ലാം ചെയ്യാനാവില്ല. ഓക്കെ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് ആ സ്റ്റെപ്പ് പ്രോബ്ലംസിന്റെ കണക്ക് ടീച്ചർക്ക് ചെയ്ത് അയക്കാതിരുന്നത്? സംശയം നിങ്ങൾ ലിങ്കിൽ കയറി നോക്കി. ടീച്ചർ ഓരോ ക്വസ്റ്റ്യൻ്റെ ഓരോ പ്രോബ്ലം എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നെക്സ്റ്റ്
ഇനി റൗണ്ടിങ് ഓഫ് വെരി ഈസിയാണ്. റൗണ്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലെയാണ് റൗണ്ടിങ് ഓഫ് നിയറസ്റ്റ് ടു 10. ആ റൗണ്ടിങ് ഓഫ് നിയറസ്റ്റ് ടു 10 നമ്മൾ വൺസിന്റെ പ്ലേസിലെ സംഖ്യ മാത്രം നോക്കണം. പേജ് നമ്പർ 19. റിവൈസേ, സിറ്റ് പ്രോപ്പർലി, റിവൈസ്. അങ്ങനെ കിടന്നാൽ നീ ഉറങ്ങിപ്പോവും. നേരെ ഇരിക്കേ. ഏഞ്ചൽ, ഐ കാൺ സീ യു. ഏഞ്ചൽ, ഗുഡ്. ഓക്കെ, ഗ്രേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ റൗണ്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ വൺസിന്റെ പ്ലേസിൽ മാത്രമാണ് ഉള്ളതെങ്കിൽ, അതിന് 100ലേക്കാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? only take digit in ones place. വൺസിന്റെ പ്ലേസിലെ മാത്രം എടുക്കുക. എന്നിട്ട് അതിനെ 5മായി കമ്പയർ ചെയ്യുക. എന്തുമായിട്ട് ചെയ്യേണ്ടത്? 5മായിട്ട് കമ്പയർ ചെയ്യണം. ഏഞ്ചൽ, ഐ കാൺ സീ യു പ്രോപ്പർലി. ഏഞ്ചൽ, ശരിക്കിരുന്നേ. ഓക്കെ, ഇനി 100ന്റെ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് എടുക്കണം. ദാറ്റ് ഈസ് 10ഉം പിന്നെ വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് എഴുതണം. എന്നിട്ട് അതിനെ 50യുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. ഏതുമായിട്ടാണ്? 50യുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. ഇനി ഇൻ കേസ് ഓഫ് റൗണ്ടിങ് ഓഫ് ടു നിയറസ്റ്റ് 1000 ആണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിനെ എടുക്കണം? ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ നമ്മൾ എടുത്തിരിക്കണം. ഏതാണ്? ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ നമ്മൾ എടുത്തിരിക്കണം. 100ന്റെ പ്ലേസിലുള്ള, 10ന്റെ പ്ലേസിലുള്ള, ദെൻ 1ന്റെ പ്ലേസിലുള്ളത് നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ, എന്നിട്ട് അത് 500ുമായിട്ട് താരതമ്യം ചെയ്യണം. അത് 5000 ആയി പോകരുത് കേട്ടോ. ചിലർക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർ ഓർത്തപ്പം പറയുന്നത് കേട്ടോ. ഒരു പ്രശ്നമില്ല, നമ്മൾ റിവിഷൻ ചെയ്ത് വരുമ്പോൾ ശരിയാകും. 500ുമായിട്ട്, അത് 500നേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 1000ലേക്ക് പോവാം, ചെറുതാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. റെഡി? ഓക്കെ, അപ്പോൾ നമ്മുടെ എസ്റ്റിമേഷൻ കഴിഞ്ഞു. പിന്നെ ഉള്ളത് വരുന്നതാണ്, ഇതൊക്കെ നോട്ടൊക്കെ കൃത്യമായി ചെയ്ത പിള്ളേർക്ക് കണക്ക് വളരെ ഈസിയാണ്, ഒരു വിഷമവും ഇല്ല. ഈസി കണക്കാണ് 6th സ്റ്റാൻഡേർഡിലെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈസി അല്ലേ, പിന്നെ എങ്ങനെ ശരിയാവുന്നത്? നോക്കാം, അതിനകത്ത് തന്നെ എക്സസൈസും ഉണ്ട്. എല്ലാം ഇതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്ത് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് പോർഷനാണ് റോമൻ നമ്പറൽസ്. വളരെ കുറച്ചേ ഉള്ളത്. റോമൻ നമ്പറൽസ് IV അതിൻ്റെ വാല്യൂസ് പഠിക്കുക. ദെൻ 1 to 100 വരെ പഠിക്കുക. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ടീച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം തീർക്കാനുള്ള സമയം തരികയാണ്. ഓക്കെ, ആർക്കാണ് സംശയമുള്ളത് അവർ കൈ ഉയർത്തി കാണിക്കുകയാണെങ്കിൽ ടീച്ചർ മ്യൂട്ട് ഇതാകാനുള്ള ഓപ്ഷൻ തരുന്നതാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നതാണ്. ആരാണ്? എഡ്വിൻ. ഓക്കെ, എഡ്വിൻ പറ. മോനെ അൺമ്യൂട്ട് ചെയ്തേ. എഡ്വിൻ, നീ ഇപ്പോഴും മ്യൂട്ടിൽ തന്നെ. I can't hear you. Edwin. മിസ്സേ, എക്സാം എപ്പോഴാ? ക്ലിയർ ആയിട്ട് പറഞ്ഞേ. എക്സാം എപ്പോഴാ? ഇന്ന് 2:30. ഓക്കെ, റെഡി അല്ലേ? ആവണി, ഇനി അടുത്ത ആർക്കാണ് ഇനി സംശയം ചോദിക്കാനുള്ളത്? ആവണിയെ, ചായ ഒന്നും കുടിക്കാതാണോ ക്ലാസ്സിൽ കയറി ഇരുന്നേ? രാവിലെ മിടുക്കിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. പിന്നെന്താ പറ, നിങ്ങൾക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ എവിടാണ് സംശയം? എന്താ റുവൈസിന്റെ പ്രശ്നം? റുവൈസ്, വാട്ട്സ് യുവർ പ്രോബ്ലം? ആവുന്നില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പോയോ? ഇനി ആർക്കും ഒരു സംശയം ഇല്ലേ? എന്നാ ടീച്ചർ ഇപ്പൊ തന്നെ അങ്ങ് പരീക്ഷ ഇട്ടേക്കാം അല്ലേ? ഇപ്പൊ തന്നെ അങ്ങ് പരീക്ഷ ഇട്ടേ. ഓക്കെ, ആവണി.
അൺമ്യൂട്ട് ചെയ്ത മോളെ. അവനിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പിന്നെ ആർക്കാ സംശയമുള്ളത്? പരീക്ഷയായിട്ടും ആർക്കും ഒരു സംശയമില്ല, എല്ലാം ക്ലിയർ ആണ് അല്ലേ? എന്നാ ഇനി ടീച്ചർ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഉത്തരം നോക്കട്ടെ ആർക്കൊക്കെ കിട്ടുമെന്ന്. റെഡിയാണോ? റെഡിയാണോ? അയ്യോ, ജോയ്സിയുടെ ഒക്കെ മുഖം വാടിപ്പോയല്ലോ. ലക്ഷ്മിപ്രിയക്ക് ഏതായാലും ചിരി വരുന്നുണ്ട്. ലക്ഷ്മിപ്രിയക്ക് ചിരി വരുന്നുണ്ട്. ഷഹനാഷറിനോ? ഗ്രേസിന്റെ ഹന്ന ഒക്കെ വരുന്നേ ഉള്ളൂ. ഓക്കെ, എന്നാ ടീച്ചർ അങ്ങോട്ട് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിക്കട്ടെ? ആരും എന്നെ ഒന്നും മിണ്ടാത്തെ? ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല. ആർക്കോ കണക്കിന് ഇപ്രാവശ്യം ഫുൾ മാർക്ക് വാങ്ങും ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക്? ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. അതുമില്ല. അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട്. ഒരാള് ഹന്ന റോസ് ഉണ്ട്, മിടുക്കി. ഓക്കെ, ഇന്നപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നല്ലേ ടീച്ചർ? അതിനു വേണ്ടിയല്ലേ ടീച്ചർ ഇപ്പൊ ഒരു പീരീഡ് ഇങ്ങനെ കളഞ്ഞതല്ലേ? കളയുവോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റിവിഷൻ ടൈം കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഈ പാഠം റിവിഷനിലേക്ക് വന്നത്. സമയം കളയാനില്ല. ആകെ വളരെ കുറച്ച് ടൈമാണ് നമുക്കുള്ളത്. ആർക്കും ഒരു സംശയവും. ആദിത്യൻ, ഒരു സംശയമില്ല മോനെ? എല്ലാം ശരിയായോ? ഒരു സംശയമില്ല. ജോയ്സിയെ, ഇങ്ങോട്ട് ടീച്ചറോട് സംസാരിച്ചേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉത്തരം പറ. ഏഞ്ചലിനുണ്ടോ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ. ക്ലിയർ ആവുന്നില്ല മോള്, ശരിക്കും നിന്നേ. ടീച്ചർക്ക് മോള് പറയുന്ന കേൾക്കണില്ല ശരിക്ക്. മോള് മൊബൈൽ അവിടെ അടക്കി വെക്കുക, ഒരു കൃത്യമായ സ്ഥലത്ത് വെക്ക. മൊബൈലല്ലേ കയ്യിലുള്ളേ, അത് കൃത്യമായ ഒരു സ്ഥലത്ത് വെക്കേ. എന്തോ? വാട്ട് ഹാവ് വി ഡിസ്കസ്ഡ് എന്ന് പറഞ്ഞ 26th പേജിൽ അത് ഒന്നും ചെയ്യാനുള്ളതല്ലല്ലോ. 26th? 1 മിനിറ്റ്. ഏത് ഇല്ലില്ല, വാട്ട് ഹാവ് വി ഡിസ്കസ്ഡ് അല്ലേ? അതില്ല. നമ്മൾ അത് പാഠത്തിന്റെ സമ്മറി ആണത്. നമ്മൾ എന്താ ചെയ്തേ എന്നുള്ളതിന്റെ സമ്മറി, എന്താണ് പഠിച്ചത്, അതിന്റെ മെയിൻ പോയിന്റ്സ് കൂടി ഒരു സമ്മറി ആണത്. ഓക്കെ, നമ്മുടെ ബുക്ക് ഒരുപാട് പേജസ് ഇല്ലേ, നന്നായത് വായിക്കണം. വായിച്ചാലേ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാലും ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറ്റുന്ന അത്രയും ചെറുതാക്കിയാണ് തന്നിട്ടുള്ളത് അല്ലേ? ബുദ്ധിമുട്ട് ഇനി വേറെ എവിടെയാ സംശയം? ഈ റോമൻ ന്യൂമറൽസിന്റെ 25th പേജില് ഒരു കുഞ്ഞു ബോക്സിൽ ട്രൈ ദീസ് ഇല്ല, അത് ചെയ്യേണ്ടതാണോ? റൈറ്റ് ഇൻ ന്യൂമറൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് 1 to 100 വരെ എഴുതാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് 73 92 ഒക്കെ വരുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ദെൻ നെക്സ്റ്റ്. പിന്നെ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ, ഹെയർ സ്റ്റൈലൊക്കെ നല്ല സ്റ്റൈലുണ്ട്. അപ്പൊ ക്ലാസ്സിൽ അങ്ങനെ ചെയ്യണ്ട. നല്ല സ്റ്റൈലുണ്ട് ഇപ്പം ക്ലാസ്സിൽ, ശ്രദ്ധിക്കുക. ദെൻ അതുൽ കെ വി, ഒരു ഡൗട്ടും ഇല്ലേ? ഇല്ല. ഗ്രേസ്, ഡൗട്ടൊന്നും ഇല്ലേ മക്കളെ? ഇത്രയും കുറഞ്ഞ സമയത്തിനിടയ്ക്കും ടീച്ചർ ഇങ്ങനെ ഒരു റിവിഷൻ വെച്ചത് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷനിൽ എവിടെയെങ്കിലും സംശയമുണ്ട് അത് തീർത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ഹന്ന, ഡൗട്ട് ഉണ്ടോ? 1 സെക്കൻഡ്. അൺമ്യൂട്ട് ചെയ്തേ ഹന്ന. ആയില്ലേ? 17ാം പേജിൽ ആ ന്യൂസ് എന്ന് പറഞ്ഞില്ലേ, എന്തോ മനസ്സിലായില്ല? 17th പേജ് നമ്പറിൽ ന്യൂസ് എന്നും പറഞ്ഞുണ്ടല്ലോ, അതെന്താ? 1 സെക്കൻഡ്. പേജ് നമ്പർ 17. 1 സെക്കൻഡ്. ഓക്കെ, പറ. നോട്ട് ന്യൂസ്. അത് നമ്മൾ ഈ പഠിച്ച പാഠത്തിന്റെ ഒരു പ്രാക്ടിക്കലായി വരുന്ന കാര്യമാണ്. കണ്ടോ? ഇന്ത്യ ട്രൂപ്പ് വിത്ത് പാകിസ്ഥാൻ ഇൻ ഹോക്കി മാച്ച് വാച്ച് അപ്രോക്സിമേറ്റ്ലി 51 lakh സ്പെക്ടേഴ്സ് ഇൻ ടു സ്റ്റേഡിയം ആൻഡ് 40 million ടെലിവിഷൻ വ്യൂവേഴ്സ് വേൾഡ് വൈഡ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ലാർജ് നമ്പേഴ്സിന് പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ വരുന്നു എന്നതിനെ ചെയ്യുന്നതാണ് അത്. ഓക്കെ, എസ്റ്റിമേഷൻ പഠിച്ചില്ലേ? എസ്റ്റിമേറ്റ് ചെയ്ത് റൗണ്ട് ചെയ്യുക. അതങ്ങനെ നമ്മൾക്ക് ഒരു വർക്കായിട്ടുള്ളതല്ല.
നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ടൊക്കെ ടീച്ചർ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ബ്രാക്കറ്റിന്റെ മാത്രമാണ് അവോയ്ഡ് ചെയ്തത്. അത് നമുക്ക് നെക്സ്റ്റ് ലെസണിൽ അത് കാര്യമായിട്ട് പോവാം. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് നമ്പേഴ്സിൽ നമുക്ക് പഠിക്കണം. എസ്റ്റിമേറ്റ് പ്രൊഡക്ട്സ് ഇല്ലേ, അതാ എനിക്ക് മനസ്സിലാവാത്തെ. എസ്റ്റിമേറ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ലിങ്കിൽ കയറിയായിരുന്നോ? എന്നിട്ട് മനസ്സിലായില്ല. നോക്കാം, പേജ് നമ്പർ 23 എടുത്തേ. പേജ് നമ്പർ 23 എടുത്തേ. ഓക്കെ, ലുക്ക്, ഫസ്റ്റ് പ്രോബ്ലം ഈസ് 730 പ്ലസ് 998 ആണ് അല്ലേ? അതിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ദാറ്റ് ഈസ് എ 3 ഡിജിറ്റ് നമ്പർ. ദാറ്റ് ഇസ് എ 3 ഡിജിറ്റ് നമ്പർ. അതുകൊണ്ട് നമ്മൾക്ക് 100ലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. 10ലേക്കും അല്ല, 1000ലേക്കും അല്ല, only 100ലേക്ക്. കാരണം അത് 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ്, അതായത് 3യും 0യും 30 എടുക്കണം. ആ 30യെ നമ്മൾ കമ്പയർ ഇറ്റ് വിത്ത് 50. If it is greater than 50, that is 30 is greater than 50, we can take 1 or go to next step. If it is less than 50, അതായത് 30 50നേക്കാൾ ചെറുതാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇവിടെ 730യില് 30 50യേക്കാൾ ചെറുതാണ്. 30 50യേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്തു. only 700 മാത്രം എടുത്തു. Okay, 700 plus, then next number is 998. Okay, നമ്മുടെ സമയം തീരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 998 നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്പാരിസൺ ആണ്. 98 നമ്മൾ 50 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. We know 98 is greater than 50. 98 is greater than 50. അതുകൊണ്ട് നമുക്ക് അതിന് നെക്സ്റ്റ്, അതായത് 998നെ 1000 ആക്കി എടുക്കാം. അതിൻ്റെ ആൻസർ വരുന്നത് 700 പ്ലസ് 1000 ആണ്. ദാറ്റ് ആൻസർ ഈസ് 1700. ഇതുപോലെ എല്ലാം ചെയ്യുക. ഓക്കെ, എന്തോ പേജ് നമ്പർ 21 to estimate sum or difference എന്ന് പറഞ്ഞുതരോ? പേജ് നമ്പർ 21. ഓക്കെ, അത് ഇതാണ് ഡിഫറൻസ് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ ആണ്. ഡിഫറൻസ് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ ആണ്. തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളെ നമ്മൾ ഫസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. അവണി ഫസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. 1 ഡിജിറ്റ് ആണ് 2 ഡിജിറ്റ് ആണ് 10ലേക്കും, 3 ഡിജിറ്റ് ആണ് 100ലേക്കും, അതിലും മേലെ 4 ഡിജിറ്റ് ആണ് 1000ലേക്കും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം രണ്ട് സംഖ്യകളെയും ആദ്യം. അതിനുശേഷം അവരുടെ ഡിഫറൻസ് കാണണം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ ആണ്. സബ്സ്ട്രാക്ഷൻ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അടുത്ത ആർക്കാണ് സംശയം? ആർക്കും ഇല്ലേ? ആരാണ്? ഹന്ന. ഓക്കെ മിസ്, അതിലെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും അതേപോലെ ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷനും സെയിം തന്നെയാണ്. നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ അതിന്റെ ഡിജിറ്റിന്റെ എണ്ണത്തിന്റെ ബേസിൽ എങ്ങിലോട്ടാണ് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യണം. സാധാരണ അഡീഷനും സബ്സ്ട്രാക്ഷനും എല്ലാം പോലെ തന്നെ. Then next, Angel. Okay, Angel unmute ചെയ്തേ. Angel unmute ഒന്നുമില്ല. എല്ലാവർക്കും ആർക്കും ഒരു സംശയമില്ല. എല്ലാം റെഡി ആയിട്ട് ഇരിക്കുക മക്കളെല്ലാവരും അല്ലേ? ആണോ ഷഹാന? എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണല്ലോ, ഒരു സംശയവും ഇല്ല. ഏബൽ എന്താ
രാവിലെ റെഡി ആയില്ലേ? പിന്നെ അടുത്ത ചോദിക്കുക ആർക്ക് ഇപ്പം നമ്മുടെ സമയം തീരും. ഇനി നമ്മൾ ക്ലാസ് ടെസ്റ്റിനെ കാണുകയുള്ളൂ. അതിനുശേഷം ടീച്ചർ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. എക്സാം കഴിഞ്ഞ ഉടനെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ഏഞ്ചൽ, ഡൗട്ട് ഉണ്ടോ ഏഞ്ചലിന്? അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കേ, സംശയം ചോദിക്കേ. നോട്ട് മിസ് തരുന്ന അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വേറെ എഴുതണ്ടല്ലോ? ചെയ്യണം. ടീച്ചർ അതിനാണ് നിങ്ങൾക്ക് നോട്ട് PDF അയച്ചു തരുമ്പോൾ അതിനകത്ത് ഒന്ന് ഇപ്പൊ 4 എണ്ണം ഉള്ളതെങ്കിൽ അതിൽ ഒന്ന് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. ബാക്കി 2, 3, 4 എന്ന് ഇടുന്നത് നിങ്ങൾ നോട്ടിനകത്ത് ആ പാഠഭാഗത്തിലെ ആ പേജിലെ കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡു എക്സസൈസ് നമ്പർ എന്ന് പറഞ്ഞാൽ എക്സസൈസിന്റെ നമ്പർ തരുന്നതും ആ എക്സസൈസ് ടീച്ചർക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ്. മിസ് നോട്ട് തരുമ്പോ അതില് ചുമന്ന ഒരു ഇങ്ക് വെച്ചിട്ടല്ലേ അതില് ചെയ്യുന്നത് ഹോംവർക്ക് എന്നെല്ലാം പറഞ്ഞു എഴുതുന്നത്? അതല്ലേ ഹോംവർക്ക് ചെയ്യേണ്ടത്? അതിന്റെ ക്വസ്റ്റ്യൻസ് മോളെ പിന്നെ പാഠപുസ്തകം നിങ്ങൾ പാഠപുസ്തകം കയ്യിലെടുത്ത് വെച്ചിരിക്കണം. ഓരോ പേജിലെ നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അന്നേരപ്പോൾ സംശയം വരുമ്പം ലിങ്കിൽ കയറി ക്ലാസ് കേൾക്കണം. ഓക്കെ? ഹന്ന റോസ് എന്താ എഴുതിയത്? അതിന്റെ വേ എങ്ങനെയാണ് എഴുതുന്നതോ? ഹന്ന റോസ് ഏത് മോളെ? ഹന്ന റോസ് എവിടെ? ഒരു സെക്കൻഡ്. മിസ് ഇപ്പം പറഞ്ഞില്ലായിരുന്നു എസ്റ്റിമേറ്റ് പ്രൊഡക്ട്സിന്റെ, അപ്പൊ എങ്ങനെ വേ എഴുതി ചെയ്യണ്ടേ? ഒന്നുകൂടെ ക്ലിയർ ആയില്ല ടീച്ചർക്ക്? ഇപ്പം മിസ് പറഞ്ഞില്ലേ എസ്റ്റിമേറ്റ് പ്രൊഡക്ട്സിന്റെ, അതിനപ്പൊ എങ്ങനെയാ വേ എഴുതി ചെയ്യണ്ടേ? അത് എങ്ങനെയാണ് വേ എഴുതി ചെയ്യണ്ടേന്ന്? വഴി എഴുതി ചെയ്യണ്ടെന്നോ? അതല്ലേ മിസ്? അത് മോളെ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതി റൗണ്ട് ഓഫ് ചെയ്യുന്ന നമ്പറിന്റെ അടിയിൽ വരയിട്ടു, അണ്ടർലൈൻ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് കമ്പാരിസൺ. നിങ്ങൾ അതിനെ ഏത് നമ്പറുമായി കമ്പയർ ചെയ്യുന്നു എന്ന് കാണിക്കണം. അത് 50 ആണ് 50, 5 ആണ് 5 എന്ന് കമ്പയർ ചെയ്യുന്ന കാണിക്കണം. ഓക്കെ? അതിനുശേഷമാണ് റൗണ്ട് ഓഫ് ചെയ്ത നമ്പർ എഴുതുന്നത്. പറഞ്ഞോ? ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ മിസ് പറഞ്ഞില്ലേ എസ്റ്റിമേറ്റ് പ്രൊഡക്ട്സിന്റെ, അതിലെ ഹൗ ഡു വി എസ്റ്റിമേറ്റ് എ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ലാസ്റ്റ് വരില്ലേ, 2 നിയറസ്റ്റ് tens we get 80 and 20 into 80 1600 look at 63 into 182 അങ്ങനെയില്ലേ? അത് മുഴുവൻ ക്വസ്റ്റ്യൻ ആണോ? ഏതാടാ? ഏത് പിന്നെ എക്സസൈസ് 1.3 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ? 1.3.7. 3.7 പേജ് നമ്പർ പറഞ്ഞേ. 22. 22 ഏതാണുള്ളത്? ട്രൈ ദിസ് എന്ന ബോക്സിലെ എസ്റ്റിമേഷൻ ആണോ? അല്ല, പിന്നെ അവിടെ മുഴുവൻ എഴുതിയേക്കുന്നത് 22 ടു എസ്റ്റിമേറ്റ് പ്രോഡക്ട്സ് എന്നല്ലേ? പ്രോഡക്ട്സ് മൾട്ടിപ്ലിക്കേഷൻ. സാധാരണ രീതിയിലെ നമ്പേഴ്സിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു. അഡീഷൻ പോലെ തന്നെ സബ്ട്രാക്ഷൻ പോലെ തന്നെ അതിന്റെ സെയിം സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഡിജിറ്റിന്റെ അടിസ്ഥാനത്തിൽ റൗണ്ട് ഓഫ് ചെയ്യുന്നു. രണ്ടിനെയും റൗണ്ട് ഓഫ് ചെയ്യണം. അതിനുശേഷം രണ്ടിനെ സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യണം. ജോയ്സിയെ ചായ കുടിച്ചില്ലാന്ന് തോന്നുന്നു. ജോയ്സ് രാവിലെ എണീറ്റിട്ട് എനർജി ഇല്ല, ക്ഷീണിച്ചിരിക്കുക. എന്തോ? ഇത് മിസ് നോട്ടിൽ തന്നിട്ടില്ലേ? മനസ്സിലായില്ല? ഇത് മിസ് നോട്ടിൽ തന്നിട്ടില്ലേ? നോട്ട് തന്നിരിക്കുന്നത് ഇത് മിസ് നോട്ടിൽ തന്നിട്ടുണ്ടോന്ന്?
അതനല്ലേ മോളെ ഡു എക്സസൈസ് 1.3 എന്ന് പറഞ്ഞത്. നിങ്ങളുടെ PDF തുറന്നു നോക്കിക്കാൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾ തുറന്നു നോക്ക്, നിങ്ങൾക്ക് തന്നിരുന്നകത്ത് ഡു എക്സസൈസ് 1.3 എന്ന് തന്നിട്ടുണ്ട് ടീച്ചർ. ഓരോ പേജിലേതും ചെയ്യണം, ഒന്നും ഒഴിവാക്കാൻ പാടില്ല. ഒഴിവാക്കേണ്ടത് ടീച്ചർ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടാത്ത ചെയ്യാൻ വേണ്ടാത്തതല്ല, നമ്മുടെ പ്രാക്ടീസിന് വേണ്ടിയുള്ളതാണ്. അല്ലാതെ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം നമ്മൾ. ഓക്കെ. ദെൻ ഹന്ന റോസിനൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. മുഹമ്മദ് കെ വീഡിയോ എന്തിനാ ഓഫ് ചെയ്തേ? എന്താ പറ്റി? നിങ്ങൾ മൊബൈൽ ഒരു കൃത്യ സ്ഥലത്ത് വയ്ക്കേ, അതും കൂടെ അനക്കുന്നോണ്ടല്ലേ. മുഹമ്മദ് കെ, മുഹമ്മദിന് ഡൗട്ടൊന്നും ഇല്ലേ? ഇപ്പൊ നമ്മുടെ സമയം കഴിയും കേട്ടോ, പിന്നെ സംശയം തീർക്കാൻ നേരമില്ല. ഓക്കെ.